ഹലോ. ഹലോ. എന്താടോ? അല്ല, എത്ര നേരം കൊണ്ട് വിളിക്കാം? നിങ്ങൾ എവിടെയായിരുന്നു? ഞാൻ ഫോൺ എടുത്തല്ലോ. ഫോൺ എടുത്ത് എപ്പോ എടുത്തേ? കുറേ നേരം കൊണ്ട് വിളിക്കുന്നുണ്ടോ? ആ ഫോൺ നോക്കിയേ, എന്നിട്ട് എന്നോട് ചോദിക്കുന്നത്. ഞാൻ കണ്ടില്ലട്ടോ. ഞാൻ ഫോൺ എടുത്തപ്പോൾ എൻ്റെ കോള് വന്നു, അപ്പോൾ എടുത്തതാ. ആയിക്കോട്ടെ, ഞാൻ വിശ്വസിച്ച്. വിശ്വസിക്കാതിരിക്കാൻ എന്താ? അല്ല, നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ കുറച്ച് പണിയിലായിരുന്നു, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഇങ്ങനത്തെ മെസ്സേജ് അയക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കാണില്ലേ? മെസ്സേജൊക്കെ കുറഞ്ഞു പോയതാ, സ്റ്റോക്കില്ല. അപ്പൊ സ്നേഹമൊക്കെ കുറഞ്ഞു പോയോന്നൊരു സംശയം. മെസ്സേജും സ്നേഹവും രണ്ടേ രണ്ടല്ലേ? സ്നേഹം ഉണ്ടെങ്കിൽ മെസ്സേജ് ഇങ്ങനെ ഇടക്കിടക്ക് ആയിക്കോളാം. അങ്ങനെയൊന്നല്ല. പിന്നെങ്ങനെയാ? സ്നേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കും. അതിനിപ്പോൾ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ മെസ്സേജ് അയക്കാൻ. വേണം? പിന്നെ എന്ത് കാരണം? ഒരു കാരണം വേണ്ട. ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു മെസ്സേജ് അയക്കുന്നു, അത്രേ ഉള്ളൂ. അത് സ്നേഹമുള്ളതുകൊണ്ടല്ലേ മെസ്സേജ് അയക്കണേ? അങ്ങനെയൊന്നും അല്ല, പിന്നെ വെറുതെ വെറുതെ ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നെ തന്നെ ഭ്രാന്താക്കല്ലേ. അതല്ലേ ഒരു രസം. അല്ല, ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആർക്ക്? അനക്ക്. ഏയ്, എന്നിട്ട് എന്നെ കണ്ടില്ലല്ലോ രാവിലെ. രാവിലെ ഞാൻ വിചാരിച്ചു കിടന്നു ഉറങ്ങിക്കോട്ടെ എന്ന്. പാവല്ലേ. രാത്രിത്തെ വഴക്കൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും അല്ലേ? അങ്ങനൊന്നുമില്ല. രാവിലത്തെ വഴക്ക് പകലാകുമ്പോൾ എന്താ പറഞ്ഞെന്ന് ഓർമ്മ വരില്ല, അതാണ് പ്രശ്നം. ചിലപ്പോൾ വിചാരിക്കും അതിന് രണ്ട് തെറിയൊക്കെ പറയാന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് പക്ഷേ ഒരു എന്താ പറയാ, ഓർമ്മ വരില്ല. അല്ലെങ്കിൽ പറഞ്ഞു കേട്ടോ. പിന്നെ പറയും. എന്തേ? പറഞ്ഞാലേ അതൊക്കെ തരാം. പിന്നല്ലേ? പറഞ്ഞോ. ഞാൻ ഒരു കാര്യം പറയട്ടെ? പറയും മോളെ, കേൾക്കട്ടെ. ആൾക്കാരെ മുന്നേ വെച്ചിട്ടേ എന്നെ കളിയാക്കാനോ തെറ്റ് തിരുത്താനോ വന്നാലേ മണ്ടടിച്ച് കുട്ടി കുഞ്ഞു. അത് ഇതുമായിട്ട് എന്ത് ബന്ധമുള്ളത് ഇപ്പോ? എനിക്ക് ഇന്നലെ പറഞ്ഞത് ഇപ്പോഴും ഓർമ്മ വന്നേ. രാത്രി നിന്റെ അടുത്ത് ആരുണ്ടായിരുന്നേ? സത്യം പറഞ്ഞോ? നിന്റെ അടുത്തല്ല, പിന്നെ നിങ്ങളുടെ അടുത്ത് നിങ്ങളെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എൻ്റെ പൊന്നു മോളെ, എൻ്റെ ഫ്രണ്ട്സൊന്നും അല്ലായിരുന്നു അത്. പിന്നെ ആരാ? അത് ലാപ്പിലായിരുന്നു, അതിനുള്ളിൽ ഇതോടിക്കൊണ്ടിരുന്നതാണ്, പാട്ട്. എന്തേലും മുൻകൂട്ടി പറഞ്ഞത് ഞാന്. അങ്ങനെ ഒരു മുൻകരുതൽ. അപ്പൊ എന്താ തെറ്റ് വരുന്നതെന്ന് ചിന്തിച്ചോ? ഇവിടെയൊന്നും ജനിക്കാത്തത് കൊണ്ടാ. പിന്നെ എവിടെയാണ് ജനിച്ചത്? അതെനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. ഈ എവിടെ ജനിച്ചതെന്ന് എനിക്കെങ്ങനെ അറിയാം? പഠിച്ചോനെ, ഇനി വല്ലതും ഉണ്ടാ മുൻകരുതല്? നിങ്ങളുടെ വന്നിട്ട് ഒരകലം മാറി നിൽക്കണം. ഒരകലം അല്ലെങ്കിൽ ഉണ്ടല്ലോ, ഒരകലം ഒന്നുമില്ല, ഒരുപാട് അകലമുണ്ട് ഇപ്പൊ നമ്മൾ തമ്മിൽ. അത് നിങ്ങൾ അവിടെ ആയിട്ടല്ലേ? പിന്നെ ഈ പറഞ്ഞ എന്തിനാ? അതല്ല, ഇവിടെ വന്നിട്ടേ കുറച്ച് അകലം മാറിന്നിട്ട് കൊറേ വർത്താനം പറയണം. ആയിക്കോട്ടെ. എന്തിനാന്ന് ചോദിക്കേ? എന്തിനാ? അല്ല, നിങ്ങൾക്ക് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടിക്കാൻ വരുമ്പത്തിന് മാറണല്ലോ. എന്നിട്ട് നാട്ടുകാർ പറയാന് എനിക്ക് ഭ്രാന്താന്നില്ലേ? വല്ലാത്ത ബുദ്ധി കേട്ടോ, തല പുറത്ത് കാണിക്കില്ലേ? അവിടെ തന്നെ വെച്ചാളാ.